ഹായ് ഓൾ, വെൽത്തിഫൈൻ്റെ ഫോറക്സ് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ ആദ്യം തന്നെ അനലൈസ് ചെയ്യുന്നത് ഗോൾഡ് ആണ്. സോ ഇന്നും നമുക്ക് ആദ്യം ഗോൾഡ് നോക്കാം. ഗോൾഡിന്റെ ഒരു ഹൈ ടൈം ഫ്രെയിം, ഒരു ഡേ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് തന്നിട്ടുള്ള ഒരു റീജിയൻ ആണിത്. ആ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റിന് ശേഷം മാർക്കറ്റ് ഇത് നമ്മൾ സപ്പോർട്ടായിട്ട് ഇതിന് മുമ്പ് കണ്ടിരുന്ന റീജിയൻ ആണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് പോവാതെ മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുണ്ടായത്. ദെൻ അതിനുശേഷം നമ്മുടെ ഈ ഒരു സപ്പോർട്ട് എന്നുള്ളത് അവിടെ ബ്രേക്ക് ചെയ്തു എന്നിട്ട് ഈ ഒരു സ്വിങ്ങിന്റെ OTE ലെവലിൽ നിന്ന് ഇവിടെ നിന്ന് റിജക്ട് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പൊ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ. ഇവിടെ നിന്ന് ആ ഒരു റിക്കവറി തന്നതിന് ശേഷം മാർക്കറ്റ് പിന്നെയും ഒരു കറക്ഷൻ തന്നിട്ട് ദെൻ അവിടെ നിന്ന് പിന്നെയും ഒരു പുഷ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ മാർക്കറ്റ് ഈ ഒരു റീജിയനിൽ നിന്ന് നമുക്ക് ഈ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മൊമെന്റം എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിന്നൊരു സ്ട്രോങ് റിക്കവറി തന്നെ പോസിബിൾ ആണ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വീക്കിലെ റെസിസ്റ്റൻസ് എന്ന് പറയാനുള്ളത്. ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് പിന്നെ ഒരു ഈ ഒരു സോണിൽ നിന്നൊക്കെ പിന്നെ ഒരു ഫോള് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു റീജിയനിൽ എത്തിയിട്ട് അവിടെ നിന്നൊരു ഫോള് പിന്നെയും സ്ട്രോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ സപ്പോർട്ട് റീജിയൻ ഏകദേശം 3000 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ലെവലാണ്. അപ്പൊ ആ ലെവലിലായിരിക്കും അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് ആയിരിക്കും മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി. ഇത് ബ്രേക്ക് ചെയ്യാത്ത പക്ഷം മാർക്കറ്റ് ഇവിടുന്ന് താഴ്ത്തോട്ട് വന്ന് പിന്നെ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള റീജിയൻ ഇതാണ്. അപ്പൊ ഇതാണ് ഗോൾഡിൽ നമ്മുടെ ഒരു അനാലിസിസ്. സോ ലെവൽസ് ഒക്കെ നോക്കി വെക്കുക. ഏകദേശം 3000 എന്നുള്ള ലെവലും അതുപോലെ നമുക്ക് 2250 റേഞ്ച് എന്ന് പറയുന്നത് ആ ലെവലും ഓർത്തിരിക്കുക. സോ അതിന്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. ഇനി നമുക്ക് യൂറോ USD നോക്കാം. സോ യൂറോനെ സംബന്ധിച്ച് ഇതൊരു റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ലെവലാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞാണ്. അതുപോലെ മാർക്കറ്റ് താഴത്തോട്ടേക്ക് പിന്നെയും വന്നിട്ടുണ്ട്. സോ ഇനി ഈ യൂറോ സപ്പോർട്ട് എടുക്കാൻ ഇതുള്ള ലെവൽ ഈ ലെവലാണ്. ഈ ഒരു OB ഓർഡർ ബ്ലോക്ക് ലെവലാണ് ഇനി യൂറോ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സാധ്യതയുള്ള. ഇവിടെ വരെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്മോൾ ടൈം ഫ്രെയിംസിൽ താഴത്തോട്ടേക്ക് എൻട്രി കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ലെവല് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ലെവലാണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു നല്ല രീതിക്കുള്ള ഒരു പുഷ് മാർക്കറ്റ് തരാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ അത് നോക്കിയിട്ട് വേണം, അതിനനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. ഇനി GBP JPY നോക്കാം. സോ GBP JPY റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞ ലെവൽ ഇതാണ്. ദെൻ അവിടെ നിന്ന് ഞാൻ ഈ ലെവൽ ഒരു സപ്പോർട്ട് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലെവൽ വരെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ദെൻ അവിടെ വന്നിട്ട് അവിടെ നിന്ന് പിന്നെയും സ്ട്രോങ് ആയിട്ട് പുഷ് മാർക്കറ്റ് തരുന്നു. എന്നിട്ട് ഈ സപ്ലൈയിൽ എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെയും മാർക്കറ്റ് ഒരു കറക്ഷൻ തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സോൺ, നമുക്ക് ഇതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഈ ഒരു സോൺ വളരെ ഒരു ഇമ്പോർട്ടന്റ് ലെവലാണ്. ഇവിടെ നിന്ന് ഞാൻ ആക്ച്വലി മാർക്കറ്റിന്റെ ഒരു ബുള്ളിഷ് മൊമെന്റമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ലെവൽ ഏകദേശം 193 ലെവലാണ് നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ ലെവലിൽ നിന്ന് നമുക്കൊരു ബുള്ളിഷ് മൊമെന്റം എക്സ്പെക്ട് ചെയ്യാം. അതനുസരിച്ച് ഉള്ള മൂവ്മെന്റ് നോക്കാനായിട്ട് പറ്റും. സോ ഇതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു പ്ലാനും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഗോൾഡും യൂറോയും അതുപോലെ GBP ആണ് ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ട് നോക്കിയത്. സോ ഈ ഒരു പ്ലാനിൽ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും.